സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്നൊരു ഡെമോ API നമ്മള് ലോക്കൽ സിസ്റ്റത്തിൽ ബിൽഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത HTTP മെത്തേഡ്സ് ചെയ്ത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത് ഒരു ഡെമോ API സൈറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഒരെണ്ണം ബിൽഡ് ചെയ്തിട്ട് അത് ടെസ്റ്റ് ചെയ്യാം. ആക്ച്വലി ഒരു ഡെവലപ്മെന്റ് ഫേസിലാകുമ്പോഴത്തേക്കും ഇത് സെർവറിലായിരിക്കും API ഇൻസ്റ്റാൾഡ് ആയിട്ട് ഉണ്ടാവുക. ഇതിപ്പോ നമുക്ക് പ്രാക്ടീസിങ് പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഇതിന് വേണ്ട 3 പ്രീ റിക്വസിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് JSON സെർവർ വേണം, NPM പാക്കേജ് വേണം, Node.js വേണം. ആദ്യം നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. എന്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ആരെങ്കിലും ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാമോ? ബ്രൗസറിൽ പോയിട്ട് Node.js ഡൗൺലോഡ് എന്ന് കൊടുക്കാം. എല്ലാവരും ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് Node.js ഓൾറെഡി ഉണ്ട്. ഉണ്ടല്ലേ? JSON സെർവർ ഉണ്ടോ? അതെനിക്ക് സംശയം. നമുക്ക് നോക്കാം. അനുവാണോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്? അതെ. അയ്യോ, ഇന്ന് Node.js ഇല്ലാത്ത ആരെങ്കിലും ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാമോ? ആഷിന്റെ കയ്യിലുണ്ടോ Node.jsഉം JSON സെർവറൊക്കെ? JSON അല്ല മാം, നോഡ് ഉണ്ട്. ആരുടെ കയ്യിൽ നോഡ് ഇല്ലാത്ത? ഹരിതയുടെ കയ്യിലുണ്ടോ? ഞാൻ ഫോൺ ത്രൂ ആണ് മാം കയറിയത്. വീണ? ശ്രുതി? ശ്രുതിയുടെ കയ്യിലുണ്ടോ നോഡ്? ഇല്ല മാം, ഷെയർ ചെയ്യാമേ. Node.js ഒരു ഫ്രീ പാക്കേജ് ആണ്. Node.jsന്റെ കൂടെ വരുന്നതാണ് NPM. NPM എന്ന് വെച്ചാൽ നോഡ് പാക്കേജ് മാനേജർ. ഇത് Node.js നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് അതിന്റെ കൂടെ കയറിക്കോളും. ഡൗൺലോഡ് Node.js സെലക്ട് ചെയ്യണം. ഫസ്റ്റ് വന്നിരിക്കുന്ന സൈറ്റ്. ഇതിലെ താഴോട്ട് പോയെ ആരുടെങ്കിലും കയ്യിൽ മാക്ക് ഉണ്ടോ നോഡ് ഇല്ലാത്ത? കുറച്ചുകൂടെ താഴോട്ട് പോയടോ. ഇത് മതി. ആ വിൻഡോസ് ഇൻസ്റ്റാളർ MSI എടുത്തോ. 64 ബിറ്റ് അല്ലേ വിൻഡോസ്? ആയിരിക്കുള്ളൂ. ഡൗൺലോഡ് ആയാലും അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഡൗൺലോഡ് ആയെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ഓപ്പൺ ആക്കിക്കേ.
ഓപ്പൺ ആവുന്നില്ലെങ്കിൽ പാക്കേജ് ഈ ഫയൽ എക്സ്പ്ലോററിൽ പോയിട്ട് ഡൗൺലോഡ്സ് എടുത്താൽ മതി. അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഈ മോർ ഇൻഫോ കൊടുത്തേ, റൺ എനിവേസ് കൊടുത്തേ. നെക്സ്റ്റ് കൊടുക്കട്ടോ. നെക്സ്റ്റ് കൊടുത്തോ. I accept the terms and license agreement. Next കൊടുത്തോ. നെക്സ്റ്റ് കൊടുക്കും. നെക്സ്റ്റ് കൊടുത്തോ. നെക്സ്റ്റ് കൊടുത്തോ. നെക്സ്റ്റ് കൊടുത്തോ. അത് കൊടുക്കണ്ട. ഓൾറെഡി നമ്മൾ ഈ നോഡ് കയറ്റുന്ന സമയത്ത് നമുക്ക് VS Code, പൈത്തൺ അങ്ങനെ ആവശ്യമുള്ള ടൂൾസ് ഒക്കെ ഓൾറെഡി കയറും. അതല്ലാതെ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ടൂൾസ് വേണമെങ്കിൽ മതി ആ ടിക്ക് ബോക്സ് ഇട്ട് കൊടുക്കാം, ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൈം എടുക്കും അത് ഇൻസ്റ്റാൾ ആവാൻ. ഇൻസ്റ്റാൾ ആവട്ടെ, എന്നിട്ട് ബാക്കി ചെയ്യാം. നോഡ് ഓൾറെഡി ഉണ്ടെന്നുള്ള ആൾക്കാര് കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് നോഡ് സ്പേസ് ഹൈഫൺ വേർഷൻ അടിച്ചു നോക്കുക. npm സ്പേസ് ഹൈഫൺ വേർഷൻ അടിച്ചു നോക്കുക. ഓൾറെഡി ഇനിയിപ്പോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ട് ഉള്ളവര് ഉണ്ടെങ്കിൽ വേർഷൻ കാണിക്കും. നെറ്റ് സ്ലോ ആണോ? അതെ എന്ത് സ്റ്റാറ്റസ് കമാൻഡ് അടിച്ചു കൊടുക്കണ്ടേ? നോഡിന്റെ വേർഷൻ നോക്കാൻ നോഡ് സ്പേസ് ഹൈഫൺ വേർഷൻ. npm ഉണ്ടോ നോക്കാനായിട്ട് npm സ്പേസ് ഹൈഫൺ വേർഷൻ. നോഡ് നമ്മൾ കയറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കയറുന്ന ഒരു പാക്കേജ് npm. അതുകൊണ്ട് കുഴപ്പമില്ല, രണ്ടും വരും. Let's go up to എനിക്ക് മോറുണ്ടേ. എടാ ആവുന്നില്ലല്ലോ. ഈ സ്ക്രീൻ ഷെയർ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡ് ആവും. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് ചെയ്യണേ. Sketch. വേറെ ആദ്യം ഇൻസ്റ്റാൾ ആയതുണ്ടോ? ജെറിന്റെ കയ്യിലുണ്ടോ നോട്ട് ജെഎസും npmഉം?
ശ്രുതിയുടെ മിസ് സെറ്റായോ? ഇങ്ങനെ വന്നായിരുന്നു. ആ ഓക്കെ. ഇതില് ക്യാൻസൽ എടുത്തോ അത് ഇൻസ്റ്റാളേഷൻ നോ എടുത്തോ. റിപ്പയർ എടുത്തേടാ, റിപ്പയർ എടുത്തേ. അതിലൊരു കാര്യം ചെയ്യാം. ഇപ്പോ നോഡ് കേറാത്ത സ്ഥിതിക്ക് നമുക്ക് വേറൊരു URL വെച്ചിട്ട് ഓൾറെഡി കുട്ടും കെറ്റും പോസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്ത് പഠിക്കുന്നതിൽ കാര്യമില്ല. കേറട്ടെ, എന്നിട്ട് നമുക്ക് ഒരു ഡെമോ API ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. ഒരു ഡെമോ API ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ബാക്കെൻഡ് ഡാറ്റയാണ്. നമ്മളിതിപ്പോ ഒരു പ്രാക്ടീസിങ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു JSON ഫയൽ നമ്മുടെ നോട്ട് പാഡിലോ എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് ആ JSON ഫയലിന്റെ അകത്തുള്ളത് നമ്മൾ ഡാറ്റാബേസിൽ ഡാറ്റയായിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ഡാറ്റയിലോട്ട് നമ്മൾ പുഷ് ചെയ്യാനും പുട്ട് ചെയ്യാനും ഗെറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ നോക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് JSON സെർവർ ആവശ്യമുണ്ട്. ഇതിനൊരു API ആയിട്ട് വർക്ക് ചെയ്യിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ JSON സെർവർ കയറ്റുന്നത്. വേറെ ആരുടെയെങ്കിലും ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതുണ്ടോ? ആര്യയുടെ കംപ്ലീറ്റ് ആയോ? എനിക്ക് നോഡ് ഓൾറെഡി ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആണോ? എന്റെ ശ്രുതി ഇത് നോക്കിയിട്ട് ചെയ്യാൻ നോക്കേ. അനുവിന്റെ യൂസ് ചെയ്തിട്ട് ചെയ്യാം ഇപ്പൊ തൽക്കാലം. ഓക്കെ. അനു ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാവോ? ഇത് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷനും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Node.js-ഉം NPM പാക്കേജും കംപ്ലീറ്റ് ആയി. ഇതിനെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് രീതിയുണ്ട്. ഒരു രീതി ഇപ്പൊ ചെയ്തേക്കുന്ന കമാൻഡ് പ്രോംപ്റ്റിൽ നോട്ട് സ്പേസ് ഹൈഫൺ വേർഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പെസിഫിക് വേർഷൻ വരും. രണ്ടാമത്തത് നമ്മുടെ ജാവയുടെ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കില്ലേ, അതേപോലെ നമ്മൾ ഈ PCയിൽ പ്രോപ്പർട്ടീസ് എടുക്കുക. ഒന്ന് എടുക്കാവോ? സെറ്റിംഗ് എടുത്താലും മതി, സെറ്റിംഗ്സ് എടുത്താലും മതി. എവിടെയാ കൺട്രോൾ പാനലില്ല? അല്ല, സാധാ സെറ്റിംഗ്സ് ഇല്ലേ? അതെ. സെറ്റിംഗ്സില് എൻവയോൺമെന്റ് വേരിയബിൾസ് എന്നൊന്ന് സെർച്ച് ചെയ്യാ. അതിന്റെ സെറ്റിംഗില് ഇതില് എഡിറ്റ് സിസ്റ്റം എൻവയോൺമെന്റ് വേരിയബിൾ സെലക്ട് ചെയ്യാ. ഇതിൽ എൻവയോൺമെന്റ് വേരിയബിൾ എടുക്കുക. താഴെ ഇതില് സിസ്റ്റം വേരിയബിൾസില് ഈ സിസ്റ്റം വേരിയബിൾസ് അത് തന്നെ അതിന്റെ OSന്റെ അടിയിൽ പാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടോ? അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. ഇതിൽ അവസാനം നമുക്ക് Node.js വന്നേക്കുന്നുണ്ടോ? ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി Node.js കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ വരും. ഇത് വന്നോന്നുള്ളതാണ് നമുക്ക് Node.js-ഉം NPM പാക്കേജും പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പാണ് ഒന്നും കൂടെ റീകൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് ചെയ്തത്. ഓക്കെ, ഇത് ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് JSON സെർവർ ആണ്. JSON സെർവർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കമാൻഡ് കൊടുക്കണം. കമാൻഡ് പ്രോംപ്റ്റിൽ npm സ്പേസ് ഇൻസ്റ്റാൾ -g സ്പേസ് JSON -server. ഈ ഇൻസ്റ്റാളും ജിയും ഇടയിൽ സ്പേസ് വേണ്ട എന്നാണ്. കുഴപ്പമില്ല, ഇത് റൺ ചെയ്ത് നോക്കാം. എൻ്റർ എടുത്തേ. -g പ്രശ്നം വരുവാണെങ്കിൽ
ഇല്ല, കറക്റ്റ് ആണ്. ഈ ഒരു കമാൻഡ് പ്രോംപ്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജേസൺ സെർവർ റൺ ആവും. ഓക്കെ, നമ്മുടെ ജേസൺ സെർവർ ആക്റ്റീവായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇനി നമുക്കൊരു സെർവർ ഡാറ്റ വേണം, ഒരു ബാക്ക് ഡാറ്റ വേണം. ബാക്ക് ഡാറ്റ നമ്മൾ ജേസൺ ഫോർമാറ്റിൽ കുറച്ച് സെറ്റ് ഓഫ് ഡാറ്റാസ് നമ്മളിപ്പോൾ തൽക്കാലം കൊടുക്കാണ്. പ്രാക്ടീസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു API ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചാറ്റില് നമ്മളുടെ ജേസന്റെ ഒരു ഫയല് കോപ്പി ചെയ്ത് തരാം. ഇത് ജേസൺ ഫോർമാറ്റിൽ ഉള്ളതാണ്. സെക്കൻഡ്, എല്ലാവരുടെയും സിസ്റ്റത്തിൽ Notepad++ ഉണ്ടെന്ന് വിചാരിക്കുന്നു. എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡാറ്റ നമ്മുടെ Notepad++ൽ പോയിട്ട് സേവ് ആക്കാം. ഞാനിപ്പോ ചാറ്റിൽ ഇടാം ഈ ഡാറ്റ. എപ്പോഴും ഇതേപോലെ പാക്കൻസ് നമുക്ക് ഡാറ്റ കിട്ടുമ്പോൾ .json എക്സ്റ്റൻഷൻ ഇട്ട് നമ്മൾ സേവ് ചെയ്യാം. ഇത് ടെക്സ്റ്റ് ഡോക്യുമെന്റ് അല്ലല്ലോ അല്ലേ? Notepad++ ഇല്ല. അനു ഇവിടെ ജാവ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. ആ ഫസ്റ്റ് പ്രോഗ്രാം ഏതിലാ ചെയ്യിപ്പിച്ചേ? ടെക്സ്റ്റ് ഇത് നോട്ട്പാഡിൽ എഴുതിയിട്ട്. നോട്ട്പാഡിലാണ്. നോട്ട്പാഡിലും ചെയ്യാം, പക്ഷെ അതൊരു കാര്യം ചെയ്യാം. Notepad++ ഡൗൺലോഡ് ചെയ്യാം. ബ്രൗസർ എടുത്തിട്ട് Notepad++ ഡൗൺലോഡ് നോടിട്ടേ. അതന്നെ കറന്റ് വേർഷൻ 8.9.64. അതൊന്ന് സെലക്ട് ചെയ്തേ ലെഫ്റ്റ് സൈഡില്. താഴോട്ട് പോവാ. അത് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് പോകുമ്പോ ഒരു ഗ്രീൻ കളർ, അത് ക്ലിക്ക് ചെയ്തില്ലടാ. ആ ഓക്കെ, വന്നു. ആ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് നെക്സ്റ്റ് ഫിനിഷ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നോട്ട്പാഡ് ഓക്കെ ആവും. ഈ Notepad++ഉം നോട്ട്പാഡും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ നമുക്ക് ഈ പാത്തൊക്കെ എടുക്കാനും കമാൻഡ് പ്രോംപ്റ്റിലോട്ടൊക്കെ കൊടുക്കാനും പിന്നെ നമുക്ക് ചെറുതായിട്ട് സജഷൻ ഒക്കെ ഇവര് തരും. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ നമ്മളൊരു കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കാലത്ത് നമുക്ക് ഈ നോട്ട്പാഡിലും Notepad++ ഒന്നും പ്രോഗ്രാം ചെയ്യിപ്പിക്കില്ല. നെക്സ്റ്റ് കൊടുത്തിട്ട് ഫിനിഷ് കൊടുത്താൽ മതി, ഇൻസ്റ്റാൾ കൊടുത്താൽ മതി. ഷോട്ടോ എന്നിട്ട് അത് ഓക്കെ ഓപ്പൺ ആയി. ഇനി അതൊന്ന് എടുത്തിട്ട് ഫയലിന് ന്യൂ എടുത്തേ. ഇതില് ഞാനിപ്പോ ചാറ്റിൽ ഇട്ടേക്കുന്ന ഡാറ്റ ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ഫയലില് സേവ് ആസ് കൊടുക്കുക. ഇതാണിപ്പോ നമ്മൾ ഒരു ബാക്ക് ഡാറ്റ ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഈ ഓട്ടോ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ, ഒന്നും ചെയ്യാത്തൊരു ഫോൾഡറിൽ കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുമ്പോൾ ഇപ്പൊ ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് സേവ് ആയേക്കുന്നത്. ടെക്സ്റ്റ് ഫോർമാറ്റിൽ സേവ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്കിത് JSON ഫോർമാറ്റിൽ സേവ് ചെയ്താലാണ്
എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു API ആയിട്ട് വർക്ക് ചെയ്യാനും ഡാറ്റ ഫെച്ച് ചെയ്യാനും കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഒന്നുകൂടെ empty ഫോൾഡറിൽ വേണമെന്നുണ്ടോ? empty ഫോൾഡറിൽ വേണമെന്നില്ല. ഫയൽ സേവ് ആസ് കൊടുത്തിട്ട് .json എക്സ്റ്റൻഷൻ കൊടുക്കണം. യെസ്, students.json ഞാൻ കൊടുത്തോ. സേവ് കൊടുത്തോ. ഇതിപ്പോ സേവ് ആയി. ഇതാണ് ഇപ്പൊ നമ്മളുടെ ബാക്ക്-എൻഡ് ഡാറ്റ. ഇനി ഈ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഡെമോ API നോക്കി, പക്ഷെ അതിൽ നമുക്ക് ഓതറൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ നമുക്കിപ്പോ ഒരു പ്രോപ്പർ API ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ലോക്കലി നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഒരു API പോലെ ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ JSON സെർവർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഡാറ്റേനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം? HTTP റിക്വസ്റ്റ് വേണം, URL വേണം, റിക്വസ്റ്റ് ബോഡി, പോസ്റ്റിനും പുട്ടിനൊക്കെ ആണെങ്കിൽ റിക്വസ്റ്റ് ബോഡി വേണം. ആദ്യം നമുക്ക് വേണ്ട സാധനം എന്താ? URL വേണം. URL കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫയൽ ഇരിക്കുന്ന പാത്ത് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫയൽ മറ്റേ ഇതിൽ തന്നെ ഇടാം, നോട്ട് പാഡിൽ തന്നെ എടുത്താലും മതി. നോട്ട് പാഡ്++ തന്നെ എടുക്കാം. ഫയലില് ഓപ്പൺ ഇൻ കണ്ടെയ്നിങ് ഫോൾഡറിൽ CMD സെലക്ട് ചെയ്യാം. അപ്പൊ കമാൻഡ് പ്രോംപ്റ്റിൽ ഈ ഫയൽ സേവ് ചെയ്തേക്കുന്ന പാത്തും ഇതും കൂടെ വരും. ഇനി ഇതിന്റെ അകത്ത് നമുക്കൊരു കമാൻഡ് കൊടുക്കാനുണ്ട്. നമുക്ക് എപ്പോഴൊക്കെ ഇതേപോലെ ഈ ലോക്കൽ സിസ്റ്റത്തിലുള്ള API റൺ ചെയ്ത് URL എടുക്കണോ, ഈ കമാൻഡ് റൺ ചെയ്യണം. JSON സെർവർ സ്മോൾ ലെറ്റർ മതിയല്ലോ. സ്മോൾ ലെറ്റർ മതി. JSON സെർവർ സ്പേസ് വേണടാ. JSON സെർവർ, സോറി, JSON ഹൈഫൻ ആണോ സ്പേസ് ആണോ? ഹൈഫൺ സ്പേസ് നമ്മളുടെ ഇതിന്റെ പേര് കൊടുക്കാം. student.json എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വരും, API റൺ ആവും. പക്ഷെ നമുക്ക് ഈ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യേണ്ടത് കൊണ്ട് നമുക്ക് ഹൈഫൺ വാച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടെ കൊടുക്കണം. ഹൈഫൺ വാച്ച് WATCH സ്പേസ് നമ്മളുടെ മറ്റേ ഇതിന്റെ പേര് സ്റ്റുഡന്റ് എന്നാണോ സേവ് ചെയ്തേക്കുന്നത്? സ്റ്റുഡന്റിന്റെ ക്യാപിറ്റൽ ആണ്. .json ഇത് റൺ ചെയ്യാം. എന്റർ കൊടുത്താൽ മതി. എപ്പോഴൊക്കെ നമുക്ക് ഈ ലോക്കൽ സിസ്റ്റത്തിൽ API വർക്ക് ചെയ്യിക്കണോ അപ്പോഴൊക്കെ ഈ കമാൻഡ് റൺ ചെയ്യിക്കണം. കൊടുക്കട്ടെ. ആലോ കൊടുത്തോ. ഇനി ഉണ്ടല്ലോ, നമുക്ക് ഈ കിട്ടിയേക്കുന്നതാണ് ഈ എൻഡ് പോയിന്റ്. നമ്മൾ ഈ കമാൻഡ് പ്രോംപ്റ്റ് ഒരിക്കലും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ API റൺ ആവണ സ്റ്റോപ്പ് ആവും. ഇത് മിനിമൈസ് ചെയ്തിടാം. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. അടുത്ത പ്രാവശ്യം പിന്നെ ഈ ഓപ്പറേഷൻസ് ഈ ലോക്കൽ സിസ്റ്റത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഈ കമാൻഡ് റൺ ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന എൻഡ് പോയിന്റ് കൊടുക്കാം. ഈ എൻഡ് പോയിന്റ് കോപ്പി ചെയ്യാം. ഇതാണ് നമ്മുടെ URL. എൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ പ്രോട്ടോകോൾ, ഡൊമൈൻ, പാത്ത് പാരാമീറ്റർ ഓർ ക്വറി പാരാമീറ്റർ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്കൊരു റിസോഴ്സ് കിട്ടണ അത്രയുള്ള ഒരു URL-നെയാണ് നമ്മൾ എന്ത് പറയാ? എൻഡ് പോയിന്റ് എന്ന് പറയാം. URL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് അഡ്രസ്. നമുക്കൊരു റിസോഴ്സ് ഗെറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് അഡ്രസ്സിനെയാണ് URL എന്ന് പറയാ. ആ URL-നെ തന്നെയാണ് നമ്മൾ എൻഡ് പോയിന്റ് എന്ന് പറയാം. ഓരോന്നിനും എൻഡ് പോയിന്റ് ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇനി നമ്മളുടെ പോസ്റ്റ്മാൻ ഓപ്പൺ ചെയ്യാം. ഇത് ഓരോ ഡാറ്റയ്ക്കും പേരൊക്കെ വ്യത്യാസമായിരിക്കും കേട്ടോ. student.json ഒക്കെ മാറി വരും. ഈ എൻഡ് പോയിന്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്ത് മിനിമൈസ് ചെയ്യണം. ഇനി അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കമാൻഡ് റൺ ചെയ്യണം. ഇനി നമുക്ക് പുതിയൊരു കളക്ഷൻ ഉണ്ടാക്കാം. എന്നിട്ട് അതിൽ ഈ URL വെച്ച് ഓരോ ഓപ്പറേഷൻസ് ചെയ്ത് നോക്കാം. പോസ്റ്റ്മാൻ നമ്മൾ പറഞ്ഞു തന്നില്ലേ, വർക്ക് സ്പേസ് ഉണ്ടാക്കാനും കളക്ഷൻ ഉണ്ടാക്കാനൊക്കെ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞായിരുന്നു. കളക്ഷന്റെ പേര് കൊടുത്തോ? കളക്ഷൻ 1 എന്നോ എന്തെങ്കിലും? ഇനി
കളക്ഷൻ ഉണ്ടാക്കി കളക്ഷനകത്ത് നമുക്ക് n നമ്പർ ഓഫ് റിക്വസ്റ്റുകൾ കൊടുക്കാം. നമുക്ക് ആദ്യം നമ്മൾ കൊടുത്തേക്കുന്ന എൻ്റെ ലിസ്റ്റ് ഗെറ്റ് ചെയ്യാനുള്ള ഈ റിക്വസ്റ്റ് കൊടുക്കാം. ആഡ് എ റിക്വസ്റ്റ് കൊടുത്തോ. ഈ ഗെറ്റിനകത്ത് URL പേസ്റ്റ് ചെയ്യുക. ആ എൻഡ് പോയിന്റ് അതാണ് നമ്മുടെ URL. ഈ മൊത്തം URL കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻറ്റയർ ലിസ്റ്റ് കിട്ടും. നമ്മളിതിപ്പോ എൻറ്റയർ ലിസ്റ്റ് കിട്ടാനുള്ളതായതുകൊണ്ട് നമുക്ക് അങ്ങനെ വിളിക്കാം. ഗെറ്റിന് നമുക്ക് റിക്വസ്റ്റ് പാരാമീറ്റേഴ്സ് റിക്വസ്റ്റ് ബോഡി കൊടുക്കണ്ട, റിക്വസ്റ്റ് പേലോഡ് കൊടുക്കണ്ട. എപ്പോഴാ കൊടുക്കേണ്ട അവസ്ഥ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതറൈസേഷനും ഒത്തന്റിക്കേഷനും ഒക്കെ വരുന്ന കേസിൽ മാത്രം ഗെറ്റിന് നമ്മൾ എന്ത് കൊടുക്കും, ബോഡിയില് റിക്വസ്റ്റ് പേലോഡ് കൊടുക്കും. നമുക്ക് ഇപ്പോ ഓതറൈസേഷൻ ഒന്നും ആവശ്യമില്ല, നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സെൻഡ് കൊടുക്കാം. ഇപ്പൊ നമുക്ക് മൊത്തം ഡീറ്റെയിൽസ് കിട്ടി. ഇനിയിപ്പോ നമുക്ക് ഇതിനകത്ത് 200 ഓക്കെയാണ് വന്നേക്കുന്നത്. നമുക്ക് ആദ്യം മാനുവലി തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ സ്റ്റാറ്റസ് കോഡ്. എത്ര ടൈമിലാണ് നമുക്ക് റെസ്പോൺസ് കിട്ടിയത്, എത്രയാണ് ഇതിന്റെ സൈസ്, ഇതൊക്കെ. രണ്ടാമത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഈ റിക്വസ്റ്റ് ബോഡി. നമ്മളൊരു വെബ് ബേസ്ഡ് ടെസ്റ്റിംഗിൽ നമ്മൾ എക്സ് പാത്ത് കൊടുക്കുന്ന പോലെ നമ്മൾ JSON പാത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത സംഭവമാണ് ഹെഡേഴ്സ്. ഹെഡേഴ്സ് ഉണ്ടോ? ഹെഡേഴ്സിൽ നമുക്ക് ഇതേപോലെ ഏത് ഡേറ്റ് ആണ്, കണ്ടന്റിന്റെ ടൈപ്പ് എന്താണ്, അങ്ങനെ പല ഡീറ്റെയിൽസും ഉണ്ടാവും. ഹെഡേഴ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്, വാലിഡേറ്റ് ചെയ്യാറുണ്ട്. കുക്കീസ്, ചില റിക്വസ്റ്റിന് നമുക്ക് കുക്കീസ് റിസീവ് ചെയ്യും. കുക്കീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പററി ഇന്റർനെറ്റ് ഫയലാണ്. ആ ഫയല് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, അത് നമ്മൾ ചെക്ക് ചെയ്യും. ഇനി ടെസ്റ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞ ഫീൽഡിൽ നമ്മൾ എന്തെങ്കിലും വാലിഡേഷൻ പോയിന്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാലിഡേഷൻ പോയിന്റ്സ് പാസ് ആയെങ്കിൽ പാസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും, അല്ലെങ്കിൽ ഫെയിൽഡ് എന്ന് പറഞ്ഞ് കാണിക്കും. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ റിക്വസ്റ്റും റെസ്പോൺസ് ബോഡിയും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഗ ഡോക്യുമെന്റ് ഒരു ഡോക്യുമെന്റ് നമുക്ക് ഡെവലപ്പറിന്റെ സൈഡിൽ നിന്ന് കിട്ടും. ഇതൊരു ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും ഏത് ടൈമിലാണ് റെസ്പോൺസ് കിട്ടുക, ഈ ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ എന്ത് റെസ്പോൺസ് ആണ് റിസീവ് ചെയ്യുക, എന്തായിരിക്കും റെസ്പോൺസ് ബോഡി, ടൈം എത്ര എടുക്കും, എന്തോരം സൈസ് എടുക്കും, എന്തൊക്കെയാണ് ഹെഡേഴ്സിൽ വരേണ്ടത്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആ സ്വാഗർ ഡോക്യുമെന്റിൽ ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹെഡേഴ്സും റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ വാലിഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഒരു പെർട്ടിക്കുലർ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ കിട്ടാനുള്ള റിക്വസ്റ്റ് കൊടുക്കാം. പുതിയൊരു റിക്വസ്റ്റ് കൊടുത്തേ, ഇത് സേവ് കൊടുത്തേ. ഈ ഗെറ്റ് റിക്വസ്റ്റ്, ഈ ഗെറ്റ് റിക്വസ്റ്റ് ലിസ്റ്റ് എങ്ങാൻ കൊടുത്തോ. ഇതിപ്പോ എല്ലാം കൂടെ കിട്ടുന്നതല്ലേ. ഇപ്പൊ റീനെയിം ചെയ്യാൻ എന്താ ചെയ്യാ, ഇവിടെ റീനെയിം ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ സൈഡിൽ 3 dots ഉണ്ടാവും, അതിന്റെ അകത്ത് റീനെയിം ഉണ്ടാവും. മാറ്റി കൊടുത്തോ. അടുത്തത് പുതിയൊരു റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യണം. പുതിയ റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ നമുക്കുള്ള കളക്ഷൻ 1 എടുക്കുക. കളക്ഷൻ 1ന്റെ 3 dots ഉണ്ടോ, അതിനകത്ത് ആഡ് റിക്വസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ പ്ലസ് കൊടുത്താലും പുതിയത് വരും. നമുക്ക് ഇനി ഒറ്റ ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ ഗെറ്റ് ചെയ്യാം. അതിന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ URL തന്നെ കൊടുക്കുക. കോപ്പി ചെയ്തത് ഓൾറെഡി ഉണ്ടാവില്ലേ അവിടെ ക്ലിപ്പ് ബോർഡില്, അത് കൊടുക്കുക. ഇനി ID സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഈ ഗെറ്റ് റിക്വസ്റ്റ് ഓൾ എടുത്തിട്ട് ഒരു സ്റ്റുഡന്റിന്റെ ID കണ്ടുപിടിച്ചേ. വണ്ണ് കൊടുക്കാം. നമുക്ക് സെൻഡ് കൊടുത്തേ. നമുക്ക് ഒരാളുടെ റിക്വസ്റ്റ് റിസീവ് ചെയ്യാം. ഇനി നമുക്ക് ഒരാളുടെ ഡീറ്റെയിൽസ് പുതിയതായിട്ട് കൊടുക്കാം, പോസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ റെസ്പോൺസ് ബോഡി ഉണ്ടല്ലോ, ഈ റെസ്പോൺസ് ബോഡി ഒന്ന് കോപ്പി ചെയ്ത് വെച്ചോ. കാരണം അതിനെ ബേസ് ചെയ്തിട്ട് അതേപോലെ നമുക്ക് കൊടുക്കാലോ പുതിയത്.
ഇത് മാത്രം മാറ്റി കൊടുത്താൽ പോരെ, വാല്യൂ മാത്രം മാറ്റി കൊടുത്താൽ പോരെ. എന്നിട്ട് പുതിയൊരു റിക്വസ്റ്റ് കൊടുത്തിട്ട് URL പേസ്റ്റ് ചെയ്യുക. ബോഡി ഓൾറെഡി കൊടുത്തേക്കട്ടെ, അത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇതിലേതാ കൊടുക്കുക? ബോഡിയില് റോ എടുക്കുക, റോയില് ജെയ്സൺ അവിടെ കൊടുത്തോ. ആ 1 ഇവിടെ കോപ്പി ചെയ്യാനുള്ള സ്ഥലത്തിന്റെ അവിടെ കോപ്പി ചെയ്തോ. ഇനി ഈ URL കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേന്ന് ഒരു URL എടുത്താൽ മതി. പേസ്റ്റ് ചെയ്യണ്ട. ഇനി സ്റ്റുഡൻസ് എടുത്തോ. സ്റ്റുഡൻസിലാണ് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത്. ഇനി ID1 എന്നുള്ളത് കൊടുക്കണ്ട. കാരണം എന്താ, ID നമുക്കൊരു യുണീക് കീ ആണ്. അത് നമ്മൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നതാണ്. നമ്മളത് പാസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കളയാ. എന്തെങ്കിലും ഇതിനകത്ത് ഡീറ്റെയിൽസ് ചേഞ്ച് വരുത്താം. ജോൺ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പേര് കൊടുത്തിട്ട് സെൻഡ് കൊടുത്തോ. ഇനി സെൻഡ് കൊടുത്തോ. പോസ്റ്റ് ആക്കണം. ഗെറ്റ് മാറ്റിട്ട് പോസ്റ്റ് ആക്കണം. സെൻഡ് കൊടുക്കാം. ഇനി പൊക്കത്തോട്ട് കേട്ടോ. ഇപ്പൊ ജോൺസൺ ആയി പേര്. ID ജനറേറ്റ് ചെയ്തേക്കുന്നത് S56WW3VKX0 എന്നോ. ചിലപ്പോ നമുക്കിത് ഓട്ടോ ഇൻക്രിമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആണ് നമ്മുടെ ID നമുക്ക് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് 1 കഴിഞ്ഞ 2 തന്നെ വരണം അങ്ങനെയൊന്നും ഇല്ല. ചിലപ്പോ ഇഷ്ടമുള്ള ഇതേപോലത്തെ ടെക്സ്റ്റും വരാം. ID നമ്പർ പോലും അല്ലാതെ ഒരു ഇങ്ങനെ വരും. ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി വരും. അത് കോപ്പി ചെയ്തോ. എന്നിട്ട് ഇത് സേവ് ചെയ്തോ. സേവ് ചെയ്യാത്തോണ്ട് അവിടെ ഗെറ്റ് തന്നെ വന്നേക്കുന്നത്. അല്ല, ഇതല്ലേ കോപ്പി ചെയ്യണ്ടേ? അത് കോപ്പി ചെയ്തോ. എന്നിട്ട് സേവ് കൊടുത്തോ. ഇപ്പൊ പോസ്റ്റ് ആയില്ലേ. ഇനി അടുത്തത് ഒരു പുട്ട് ചെയ്യാ. കളക്ഷൻ മണ്ണി തന്നെ പുട്ട് ചെയ്യാം. നമുക്ക് പുട്ട് ചെയ്യുമ്പോ എന്താ, ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഡാറ്റനെ നമ്മള് മാറ്റാണ്. ആ സ്റ്റുഡൻസ് എന്നുള്ളത് എടുത്തോ. എന്നിട്ട് ആ 1 മാറ്റിയിട്ട് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തതിന്റെ ID കൊടുത്ത്. ഇനി റിക്വസ്റ്റ് ബോഡി കൊടുക്കണ്ടേ. പുട്ടിന്റെ ബോഡി കൊടുക്കുമ്പോ നമ്മൾ എൻ്റയർ ബോഡി ചേഞ്ച് ചെയ്യണം. എൻ്റയർ ബോഡി ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റയർ ബോഡി കൊടുക്കണം. എന്നിട്ട് ചേഞ്ചസ് വരുത്തേണ്ടതിൽ ചേഞ്ചസ് വരുത്താം. ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് റിക്വസ്റ്റ് ബോഡി എടുത്തിട്ട് അങ്ങ് പേസ്റ്റ് ചെയ്ത് നമുക്ക് ചേഞ്ചസ് വരുത്തണം എന്നുള്ള ഏതെങ്കിലും 2-3 ഫീൽഡ് ചേഞ്ചസ് വരുത്താം. മതി. സെറ്റ് കൊടുത്തോ. അപ്പൊ നമുക്ക് ചേഞ്ച് ആയിട്ട് വാല്യൂ കാണാൻ പറ്റും. ഇനി നമ്മളുടെ ഈ Notepad++ല് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. താഴോട്ട് കണ്ടോ, നമ്മുടെ ഡാറ്റാബേസിൽ അത് റിഫ്ലക്ട് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് നോക്കാം. പോസ്റ്റ്മാൻ എടുക്കുക. ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് കൊടുക്കുമ്പോ റിക്വസ്റ്റ് പേയിലോട് എന്തെങ്കിലും കൊടുക്കണോ? വേണ്ട. കാരണം നമുക്കൊന്ന് പാസ് ചെയ്യാനില്ല. സെൻഡ് കൊടുക്കട്ടെ. സെൻഡ് കൊടുത്തോ. അപ്പൊ അത് ഡിലീറ്റ് ആയ ഡാറ്റ വന്നു. ഇനി പുതിയൊരു ഗെറ്റ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഗെറ്റ് 1-ല് നമ്മള് 1-ന്റെ ഡാറ്റ മാറ്റിയിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ ഡാറ്റ ഇല്ലേ, നമ്മളിപ്പോ ഡിലീറ്റ് ചെയ്തതിന്റെ ഡാറ്റ ഇല്ലേ, അത് കൊടുക്കാം. അപ്പൊ നോ റിസൾട്ട്സ് ഫൗണ്ടെന്നോ അല്ലെങ്കിൽ നോ ബോഡിന്നോ അങ്ങനെ എന്തെങ്കിലും വരും.
നമ്മളിപ്പോ ഡിലീറ്റ് ചെയ്തതിന്റെ Error not found. നോട്ട് ഫൗണ്ട് വന്നു. അപ്പൊ ആ സാധനം പോയി. ഇതാണ് നമ്മൾ API ചെയ്യുന്ന ബേസിക് ഓപ്പറേഷൻസ്. ഇതിനകത്ത് നമുക്ക് വരുന്ന എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഫോർ നോട്ട് ഫോർ സ്റ്റാറ്റസ് കോഡ്, ബോഡി, കുക്കീസ്, ഹെഡേഴ്സ്, ടെസ്റ്റ് റിസൾട്ട്സ്, ടൈമർ, സൈസ് എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് API നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് എവിടെ നിന്നാണ് ഈ URL എന്ത് റെസ്പോൺസ് ആണ് റിസീവ് ചെയ്യാന്നൊക്കെ മനസ്സിലാകുന്നത് ഡെവലപ്പേഴ്സ് ഒരു സ്വാഗർ ഡോക്യുമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യണത്. ഇത്രേ ഉള്ളൂ നമ്മുടെ API. ഇനി നമുക്ക് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് 3 days സെഷൻ അല്ലേ, അപ്പൊ നമുക്ക് ടോപ്പിക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയോ ഈ പുട്ടും പോസ്റ്റും ഗെറ്റൊക്കെ? എന്താ അത് ഇൻസ്റ്റാൾ കാണിക്കുന്നില്ല ഇപ്പോഴും? ആണോ? ഒന്ന് നോക്കട്ടെടാ, സ്ക്രീൻ ഷെയർ ചെയ്തേ. താങ്ക് യു അനു. ഈ ചേഞ്ച് കൊടുത്തേ, നെക്സ്റ്റ് കൊടുത്തേ, നെക്സ്റ്റ് കൊടുത്തേ, ചേഞ്ച് കൊടുത്തേ. ഫിനിഷ് കൊടുത്തോ. ഇനി കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് JSON സ്പേസ് ഹൈഫൺ ഹൈഫൺ സെർവർ കൊടുക്കുക. അല്ലേ JSON പോട്ടെ, സോറി, Node.js സ്പേസ് ഹൈഫൺ ഹൈഫൺ സെർവർ. നോഡ് സ്പേസ് ഹൈഫൺ ഹൈഫൺ സെർവർ ആണ് കേട്ടോ, സോറി. അങ്ങനെ എന്തത് വേർഷൻ ആയിരുന്നു? ദൈവമേ, ഐ എം സോറി. നോഡ് സ്പേസ് ഹൈഫൺ ഹൈഫൺ വേർഷൻ. ഈ സെർവറും നോഡും പറഞ്ഞു വേർഷൻ ആണെടാ. ഞാൻ 3 പ്രാവശ്യം വെച്ചിട്ടില്ലേ? ഇപ്പൊ ശരിയായില്ലേ? NPM സ്പേസ് ഹൈഫൺ ഹൈഫൺ വേർഷൻ ആണ്. NPM സ്പേസ് ഹൈഫൺ ഹൈഫൺ വേർഷൻ. Not run outside the Node.js. ഒരു കാര്യം ചെയ്യും, ഈ സെറ്റിംഗ്സ് എടുത്തേ. അതിലെ ക്ലയന്റ് സെറ്റിംഗില് സിസ്റ്റം വേരിയബിൾസ് ഒന്ന് അടിച്ചു കൊടുത്തേ. എഡിറ്റ് സിസ്റ്റം എൻവയോൺമെന്റ് വേരിയബിൾസ് കൊടുത്തേ. എൻവയോൺമെന്റ് വേരിയബിൾസ് കൊടുത്തേ. ഈ താഴെ സിസ്റ്റം വേരിയബിൾസിൽ പാത്ത് എടുത്തേ. ഇതിൽ Node.js വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഓക്കെ എടുത്തോ. 3 സ്ഥലത്ത് ഓക്കെ എടുത്തോ. എന്നിട്ട് ഈ കമാൻഡ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്തിട്ട് നോഡ് സ്പേസ് ഹൈഫൺ ഹൈഫൺ വേർഷൻ കൊടുക്കുക. ഇവിടെ ഓക്കെ കൊടുക്കടാ.
ഈ കമാൻഡ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്തോ. പുതിയ ഒരെണ്ണം എടുക്കും. CMD വന്നിട്ടുണ്ട്. നോട്ട് സ്പേസ് -- വേർഷൻ. വന്നു. ഇനി npm സ്പേസ് -- വേർഷൻ. ഓക്കെ, ഇനി നമുക്ക് ജെയ്സൺ സെർവർ റൺ ചെയ്യാനുള്ള സിന്റാക്സ് കൊടുക്കാം. ജെയ്സൺ -സെർവർ സ്പേസ് അല്ല ഹൈഫണോ, സെർവർ സ്പേസ് -- വാച്ച് WATCH students.json. അല്ല, നമ്മളുടെ ഈ ഫയലിന്റെ പേരെന്താ സേവ് ചെയ്തേക്കണേ? students.json. അപ്പൊ അത് സ്റ്റുഡന്റിന്റെ SRU ആണോടാ എഴുതിയേക്കണേ? ഓ സോറി, അല്ലല്ല, കുഴപ്പമില്ല, ആ പേര് കൊടുത്താൽ മതി. സ്പേസ് ഇടണം. സ്പേസ് ഇട്ടിട്ട് .json. ഈ നോട്ട് പാഡ് ഒന്ന് ക്ലോസ് ചെയ്തടാ, പുറകില്ലാത്ത. എന്നിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തേ. ജെയ്സൺ -സെർവർ സ്പേസ് -വാച്ച് നോട്ട് പാഡ് ഒന്ന് ഓപ്പൺ ചെയ്ത്. നമ്മള് പാത്ത് കൊടുത്തില്ലല്ലോ ഫയലില്. ഓപ്പൺ ഇൻ കണ്ടെയ്നിങ് ഫോൾഡർ കൊടുത്തേ. അതിലല്ല, ഈ തന്നെ ഫയൽ എഡിറ്റ്. ഓപ്പൺ ഇൻ കണ്ടെയ്നിങ് ഫോൾഡർ കൊടുക്കുക, CMD കൊടുക്കുക. ഇനി ഈ സെയിം സിന്റാക്സ് എടുത്തേ. ജെയ്സൺ -സെർവർ സ്പേസ് ഇല്ല കേട്ടോ, സ്പേസ് -വാച്ച് സ്പേസ് നമ്മളുടെ ഇതിന്റെ പേര് .json. ഇതെന്താ ഇത് സേവ് ചെയ്തേക്കുന്നതിൽ എന്തെങ്കിലും തെറ്റാണോ? സേവ് മാറ്റി കൊടുത്തു. ഒന്നുകൂടെ സേവ് ആസ് കൊടുത്തേടാ. student.json എക്സ്റ്റൻഷൻസ് ID കൊടുക്കണേ. ചുമ്മാ എക്സ്റ്റൻഷൻസ് ID കൊടുത്തേ. എക്സ്റ്റൻഷൻ .json. ഇനി സേവ് കൊടുത്തേ. ഫയലില് ഓപ്പൺ ഇൻ കണ്ടെയ്നിങ് ഫോൾഡർ, CMD സെയിം കൊടുത്തേ. ജെയ്സൺ -സെർവർ സ്പേസ് -വാച്ച് സ്പേസ് student.json. എന്താ ക്ലാസിന്റെ പേര്? അത് തന്നെയാണോ? student.json തന്നെയാണ്. ഈ നോട്ട് പാഡ് ക്ലോസ് ചെയ്തിട്ട് വരണ്ട ആണല്ലോ. ഒന്നുകൂടി ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ തന്നെ ഒന്നുകൂടെ കൊടുത്തോക്കെ. ഇതന്നെ കൊടുക്കണ്ടേ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഒരു മിനിറ്റ്, ഒന്നും കൂടെ ഓപ്പൺ ചെയ്തിട്ട് കൊടുത്തു നോക്കിക്കേ. ഫസ്റ്റ് എന്തായാലും കൊടുക്കണം. ജെയ്സൺ -സെർവർ
hyphen watch space student.json. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതല്ലേ? ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്താണ് നമുക്ക് വേർഷൻ വന്നേ. ഒന്നും കൂടെ നോട്ട് ഹൈഫൺ ബി കൊടുത്തേ. നോട്ട് ഹൈഫൺ ഡി. npm ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലല്ലോ. ഇനി npm install hyphen g അല്ല സ്പേസ് ഉണ്ട് ഇൻസ്റ്റാൾ കഴിഞ്ഞിട്ട് ഇത് കൊടുത്തതല്ലേ നമ്മള്. അതെ. hyphen g space json hyphen server. $26 പാക്കേജ് എന്നോ എന്തെങ്കിലും വന്നിട്ടോ. ജേസൺ സെർവർ ചിലപ്പോ ഇമ്മediയൊക്കെ ഇൻസ്റ്റാൾ ആവാണ്ടായിരിക്കും. ജേസൺ സെർവർ ഇപ്പൊ ഇൻസ്റ്റാൾ ആയി. ഇനി ജേസൺ സെർവർ സ്പേസ് ഹൈഫൺ വേർഷൻ കൊടുത്തേ. അതിൽ ഇൻസ്റ്റാൾ ആയോന്ന് നമുക്കൊന്ന് നോക്കാം. ജേസൺ ഹൈഫൺ സെർവർ ആണ് സ്പേസ് ഹൈഫൺ വേർഷൻ VER എന്ത് കൊടുക്കുക. ഇനി മറ്റേ കണ്ടെയ്നിങ് ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് json hyphen server സ്പേസ് ഇല്ലേ json സ്പേസ് hyphen server സ്പേസ് hyphen watch സ്പേസ് student.json. അതെന്തായിരുന്നു അറിയോ? ജേസൺ സെർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ലോ കൊടുത്തോ. മറ്റാളുടെ ഇൻസ്റ്റാൾ ചെയ്തപ്പോ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. ഇതിലാണ് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് ഞാൻ വിചാരിച്ചു. ഇനി ഈ എൻഡ് പോയിന്റ് യൂസ് ചെയ്തിട്ട് പോസ്റ്റ്മാൻ ഗെറ്റും ഡിലീറ്റ് ഒക്കെ ചെയ്ത് നോക്കാം. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ API വർക്ക് ആവുന്ന സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ എപ്പോഴൊക്കെ ഇനിയിപ്പോ ചെയ്യണം എന്നുണ്ടോ പരിപാടി ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്യാവുള്ളൂ. അതുവരെ മിനിമൈസ് ചെയ്തിടാം. അടുത്ത പ്രാവശ്യം ചെയ്യണമെന്നുണ്ടോ ഈ ജേസൺ ഹൈഫൺ സെർവർ സ്പേസ് ഹൈഫൺ വാച്ച് സ്പേസ് student.json അല്ലെങ്കിൽ എന്താണോ ഫയലിന്റെ പേര് .json ആ ഒരു സിൻടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ API വർക്കിംഗ് ആവും. എന്നിട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു ഗൈസ്. താങ്ക് യു മാം.